മാർക്കറ്റ് കൂപ്പുകുത്തി വീഴുമ്പോൾ അട്രാക്റ്റീവ് പ്രൈസിൽ കിട്ടുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്? അടുത്ത ആഴ്ച നമ്മൾ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്? ഇന്നത്തെ വീഡിയോയിൽ ഈ മാർക്കറ്റ് കറക്ഷനിൽ നന്നായിട്ട് താഴെ വീണ എന്നാൽ നല്ല ഫണ്ടമെന്റൽസും തിരിച്ചു കയറാൻ വ്യക്തമായിട്ടുള്ള കാരണങ്ങളുമുള്ള 5 സ്റ്റോക്കുകളെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു ബോട്ടം ഫിഷിംഗിനായിട്ടുള്ള അടുത്ത ആഴ്ചത്തെ സ്റ്റോക്കുകളാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ വിപ്രോ, റിലയൻസ്, ഏഷ്യൻ പെയിന്റ്സ്, കൊട്ടാക് ബാങ്ക്, ഇൻഫോസിസ് എന്നിവയുടെ ലേറ്റസ്റ്റ് ന്യൂസ്, ഫണ്ടമെന്റൽസ്, പിന്നെ ചാർട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ടെക്നിക്കൽ ലെവലുകൾ, ഇവയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അതോടെ ഈ ഫോളിംഗ് മാർക്കറ്റിലെ ഓപ്പർച്യൂണിറ്റികൾ കണ്ടെത്താനും അടുത്ത ആഴ്ചയിലേക്ക് ഫുൾ ആയിട്ട് റെഡിയാകാനും നിങ്ങൾക്ക് പറ്റും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. നമ്മുടെ ആ ഒരു സ്റ്റോക്കുകളെ പറ്റി മനസ്സിലാക്കുന്നതിന് മുമ്പ് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് പെട്ടെന്ന് നോക്കി പോകാം. വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ വലിയൊരു പ്രഷറിൽ നിഫ്റ്റി 50 ഏകദേശം 275 പോയിന്റ് ഡൗൺ ആയി. അതായത് 1.14% ഇടിഞ്ഞ് 23,897 ക്ലോസ് ചെയ്തത്. അമേരിക്കയുടെ പുതിയ താരിഫ് പോളിസിയെ കുറിച്ചുള്ള പേടിയും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് തുടർച്ചയായിട്ട് സെല്ല് ചെയ്യുന്നതുമൊക്കെ മാർക്കറ്റിന്റെ വീഴ്ചയിൽ സുപ്രധാന കാരണമായി എന്ന് തന്നെ വേണം കരുതാൻ. IT സ്റ്റോക്കുകളുടെ ഹെവി സെല്ലിങ്ങും മാർക്കറ്റിന്റെ വീഴ്ചയ്ക്ക് ഒരു വലിയ കാരണമായിട്ട് പിന്നാലെയുണ്ട്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ കുറഞ്ഞ വിലയിൽ കിട്ടുന്ന സ്റ്റോക്കുകളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷൻ കാരണം ചില സ്റ്റോക്കുകൾ അതിന്റെ യഥാർത്ഥ വാല്യൂവിനേക്കാൾ കുറഞ്ഞ വിലയിൽ ഇപ്പോൾ നമുക്ക് ഓഫറിൽ അല്ലെങ്കിൽ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. വ്യക്തമായ കാരണങ്ങളുള്ള തിരിച്ചുവരവിന് ചാൻസ് ഉള്ള 5 സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ആദ്യമായിട്ട് IT സെക്ടറിലെ വലിയ ഒരു കമ്പനിയിൽ നിന്ന് തന്നെ തുടങ്ങാം. വിപ്രോ നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ സ്റ്റോക്കാണ്. IT സെക്ടറിലെ പ്രമുഖരായിട്ടുള്ള വിപ്രോ. അപ്പോൾ ഈ സ്റ്റോക്ക് അതിന്റെ 52 വീക്കിന്റെ ലോയ്ക്ക് അടുത്താണ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല ബോട്ടം ഫിഷിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. എന്തുകൊണ്ടാണ് വിപ്രോയെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. കമ്പനി 15,000 കോടി രൂപയുടെ ഒരു വലിയ ഷെയർ ബൈബാക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒരു ഷെയറിന് 250 രൂപ വെച്ചാണ് ഈ ഒരു ബൈബാക്ക് വരുന്നത്. ഇന്നലത്തെ വില ഏകദേശം 202 രൂപയാണ്. അതായത് ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിനേക്കാൾ വളരെ കൂടിയ വിലയ്ക്കാണ് കമ്പനി സ്വന്തം ഷെയറുകൾ തിരികെ വാങ്ങുന്നത്. ഇത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് തന്നെയാണ് ബൈബാക്ക് പ്രൈസിലേക്ക് ഈ സ്റ്റോക്ക് തിരിച്ചു വരാനുള്ള ഒരു വലിയ ചാൻസ് മുന്നിലുള്ളത്. അതായത് മീൻ റിവേർഷൻ വളരെ കൂടുതലാണ്. ഇത് നമുക്ക് ചാർട്ടുകളിലേക്ക് നോക്കാം. ടെക്നിക്കലി സ്റ്റോക്കിന്റെ മേജർ സപ്പോർട്ട് ഏരിയ അതിന്റെ 52 വീക്ക് ലോ ആയിട്ടുള്ള 186.5 മുകളിലേക്ക് പോവുകയാണെങ്കിൽ 215 മുതൽ 230 വരെയുള്ള സോൺ ഒരു റിജക്ഷൻ ഏരിയ ആയിട്ട് ആക്ട് ചെയ്തേക്കാം. ഈ ലെവലുകൾ ബ്രേക്ക് ചെയ്താൽ 245 അല്ലെങ്കിൽ 250 ലെവലിലേക്ക് എത്താനുള്ള സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് തന്നെ വിപ്രോയെ സംബന്ധിച്ച് അടുത്ത ആഴ്ചയിലെ പ്രധാന ചോദ്യം ഇതാണ്: ബൈബാക്ക് അനൗൺസ്മെന്റ് സ്റ്റോക്കിന് ഒരു സ്ട്രോങ് സപ്പോർട്ട് കൊടുത്ത് മുകളിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതകളുണ്ടോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. അപ്പൊ തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത്. തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു സ്റ്റഡി, നമ്മുടെ സ്വന്തമായിട്ടുള്ള ഡീറ്റെയിൽഡ് അനാലിസിസുകൾ കൂടി ചെയ്ത് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു എൻട്രി പോയിന്റ് കണ്ടെത്തുകയും നല്ലൊരു എൻട്രി എടുക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നല്ല ബെനിഫിറ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കായിട്ട് വിപ്രോ നമ്മുടെ ലിസ്റ്റിലെ 1ാമത്തെ പൊസിഷനിൽ പ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് 2ാമത്തെ സ്റ്റോക്കിലേക്ക് കടക്കാം. ഇൻഡെക്സ് ഹെവി വെയിറ്റ് ആയിട്ടുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ്. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഏകദേശം 2.6% ഇടിഞ്ഞ് ഇപ്പോൾ ഒരു കീ സപ്പോർട്ട് സോണിലാണ് റിലയൻസ് ട്രേഡ് ചെയ്യുന്നത്. ഫണ്ടമെന്റലി നോക്കുകയാണെങ്കിൽ റിലയൻസിന് അനുകൂലമായിട്ടുള്ള കുറെ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. മാർക്കറ്റിൽ ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യം ജിയോയുടെ താരിഫ് ഹൈക്കിനെ കുറിച്ചാണ്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഗൈഡ് ലൈൻസ് വന്നതോടെ ജിയോ താരിഫ് കൂട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് അനലിസ്റ്റുകൾ കരുതുന്നത്. അങ്ങനെ ന്യൂസ് വന്നാൽ അത് സ്റ്റോക്കിൽ ഒരു വലിയ മൂവ്മെന്റിന് കാരണമായേക്കാം. ഇന്നലെ ഏപ്രിൽ 24 റിലയൻസ് അതിന്റെ Q4 റിസൾട്ട് അനൗൺസ് ചെയ്തിരുന്നു. ഇനി ടെക്നിക്കൽ ലെവലുകൾ നോക്കുകയാണെങ്കിൽ ക്ലോസിംഗ് പ്രൈസ് 1327 സ്റ്റോക്കിന് 1310 ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടും 1294 ഒരു മേജർ സപ്പോർട്ടും ഉണ്ട്. ഈ ലെവലുകളിൽ നിന്ന് സ്റ്റോക്ക് ബൗൺസ് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് 1358 അതിനുശേഷവും 1390 റെസിസ്റ്റൻസ് ഫേസ് ചെയ്യേണ്ടി വരും. അനലിസ്റ്റുകൾ ഇതിന് ഏതാണ്ട് ഒരു 1420 വരെയുള്ള ഒരു ടാർഗറ്റ് കാണുന്നുണ്ട്. ഇൻഡെക്സിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സ്റ്റോക്ക് എന്ന നിലയിൽ റിലയൻസിന്റെ മൂവ്മെന്റ് മാർക്കറ്റ് മൊത്തത്തിൽ ഒരു പോസിറ്റീവ് സെന്റിമെന്റ് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ റിലയൻസ് അടുത്ത ആഴ്ച തീർച്ചയായിട്ടും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ പ്ലേസ് ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. അപ്പൊ നമ്മൾ ലിസ്റ്റിന്റെ പകുതിയിലേക്ക് എത്തിക്കഴിയാണ്. അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബൈബാക്ക് അനൗൺസ് ചെയ്ത IT കമ്പനിയും കീ സപ്പോർട്ട് സോണിൽ നിൽക്കുന്ന മാർക്കറ്റ് ലീഡറെയും ഒക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്ത 3 സ്റ്റോക്കുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇതുപോലെയുള്ള ഡീറ്റെയിൽഡ് മാർക്കറ്റ് അനാലിസിസ് ഞങ്ങൾ എല്ലാ ആഴ്ചയും ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒന്നും മിസ്സാവില്ല. അതുപോലെ തന്നെ ഈ അനാലിസിസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പൊ ഇനി നമുക്ക് മുന്നോട്ട് പോകാം. 3ാമത്തെ സ്റ്റോക്ക് കൺസ്യൂമർ സെക്ടറിലെ ഭീമനായിട്ടുള്ള ഏഷ്യൻ പെയിന്റ്സ് ആണ്.
ബിർള ഗ്രൂപ്പിന്റെ ബിർള ഓപ്പസ് പെയിന്റ് മാർക്കറ്റിൽ വന്നതോടെ ഏഷ്യൻ പെയിന്റ്സിന്റെ സ്റ്റോക്കിൽ വലിയ കറക്ഷനുകൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ ഒരു വീഴ്ച ഓപ്പർച്യൂണിറ്റി ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഫണ്ടമെന്റൽ ആയിട്ട് പറഞ്ഞാൽ ഏഷ്യൻ പെയിന്റ്സിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് അതിന്റെ വലിയ ഡീലർ നെറ്റ്വർക്കും സ്ട്രോങ് ബ്രാൻഡ് വാല്യൂ ഒക്കെയാണ്. 1.5 ലാക്സിലധികം വരുന്ന ഡീലർ നെറ്റ്വർക്ക് പുതിയ കോമ്പറ്റീറ്റേഴ്സിന് അത്ര പെട്ടെന്ന് ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല എന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ബിർള ഓപ്പസിന്റെ വരവ് കോമ്പറ്റീഷൻ കൂട്ടിയെങ്കിലും ഏഷ്യൻ പെയിന്റ്സിന്റെ മാർക്കറ്റ് ഡോമിനൻസ് ബ്രേക്ക് ചെയ്യാൻ സമയമുണ്ട്. അപ്പൊ ഈ ഒരു കുറഞ്ഞ വിലയിൽ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് ഏഷ്യൻ പെയിന്റ്സ് വളരെ അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് മുന്നിലുണ്ട്. ടെക്നിക്കൽ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഫ്രൈഡേ 2485 ക്ലോസ് ചെയ്തത്. തീർച്ചയായിട്ടുള്ള സെല്ലിംഗ് കാരണം സ്റ്റോക്കിന്റെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ഇപ്പോൾ ഓവർസോൾഡ് സോണിലാണുള്ളത്. സാധാരണയായിട്ട് ഒരു ടെക്നിക്കൽ ബൗൺസിനുള്ള ചാൻസ് ഇവിടെ ഉണ്ട് എന്ന് തന്നെ നമുക്ക് കരുതാം. സ്റ്റോക്കിന് 2470 ഒരു സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. അതിന് താഴെ 2115 മറ്റൊരു സപ്പോർട്ട് കൂടി നിലവിലുണ്ട്. മുകളിലേക്ക് 2540 2600 റെസിസ്റ്റൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു ബൗൺസ് വർക്ക് ആവുകയാണെങ്കിൽ സ്റ്റോക്ക് 2750 ടാർഗറ്റ് വെച്ച് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നു. അപ്പോൾ ശക്തമായിട്ടുള്ള പുതിയ കോമ്പറ്റീഷൻ കാരണം വിലയിടിഞ്ഞെങ്കിലും സ്ട്രോങ് ഫണ്ടമെന്റൽസും ടെക്നിക്കൽ ബൗൺസിനുള്ള ചാൻസും ഏഷ്യൻ പെയിന്റ്സിനെ അടുത്ത ആഴ്ചയിലെ ഒരു ഹോട്ട് സ്റ്റോക്ക് ആയിട്ട് മാറ്റുകയാണ്. അപ്പൊ ഇനി നമ്മൾ നമ്മുടെ നാലാമത്തെ സ്റ്റോക്കിലേക്ക് കടക്കാം. കൊട്ടാക് മഹീന്ദ്ര ബാങ്ക്. ബാങ്കിംഗ് സെക്ടറിൽ നിന്നുള്ള വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഇന്നലത്തെ വലിയ മാർക്കറ്റ് വീഴ്ചയിലും മറ്റു ബാങ്കുകളെ അപേക്ഷിച്ച് സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിൽക്കുന്ന ഒരു സ്റ്റോക്കാണിത്. അപ്പോൾ എന്തുകൊണ്ടാണ് കൊട്ടാക് ബാങ്ക് ശ്രദ്ധേയമാകുന്നത് എന്ന് കൂടി നോക്കേണ്ടതുണ്ട്. മെയിനായിട്ടുള്ള കാരണം ഡെറിവേറ്റീവ് സെഗ്മെന്റിലെ ആ ഒരു ഡാറ്റയാണ്. സ്റ്റോക്കിന്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇന്നലെ 11% കൂടുതൽ കൂടിയിട്ടുണ്ട്. വിലയിടിവിന്റെ കൂടെ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ കൂടുന്നത് സാധാരണയായിട്ട് പുതിയ ഷോർട്ട് പൊസിഷനുകൾ വരുന്നതിന്റെ സൂചനയാണെങ്കിലും ഈ സിറ്റുവേഷനിൽ ഇത് പുതിയ ലോങ് പൊസിഷനുകൾ ബിൽഡ് ചെയ്യുന്നതിന്റെ ഒരു സൈൻ ആയിട്ടും നമ്മൾ കാണേണ്ടി വരും. അതുകൂടാതെ ഈ മാർക്കറ്റ് അനാലിസിസ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള മാർക്കറ്റ് മോജോ അതിന്റെ റേറ്റിംഗ് ഹോൾഡ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തതും നമുക്ക് കാണാൻ കഴിഞ്ഞു. ഒരു പോസിറ്റീവ് ഫാക്ടർ ആയിട്ട് തീർച്ചയായിട്ടും അതും നമുക്ക് ഒരു സാധ്യതയായിട്ട് കണക്കാക്കാൻ കഴിയും. ടെക്നിക്കൽ ലെവലുകൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിന്റെ ഇപ്പോഴത്തെ വില 370 ആണ്. താഴേക്ക് വന്നാൽ 347 അതിനുശേഷം 327 സ്ട്രോങ് സപ്പോർട്ട് സോണുകളുണ്ട്. മുകളിലേക്ക് പോവുകയാണെങ്കിൽ 390 റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാം. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ 410 വരെ എത്താനുള്ള സാധ്യതകൾ നമുക്ക് മുന്നിലുണ്ട്. മാർക്കറ്റ് വീഴ്ചയിലും കാണിച്ച ഈ ഒരു സ്റ്റെബിലിറ്റിയും ഡെറിവേറ്റീവ് ഡാറ്റയിലെ പോസിറ്റീവ് സൂചനകളും കൊട്ടാക് ബാങ്കിനെ അടുത്ത ആഴ്ചയിലെ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വലിയൊരു കാരണമായിട്ട് മാറ്റുകയും ചെയ്തു. അപ്പൊ ഇനി നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ ആ ഒരു സ്റ്റോക്കിലേക്ക് IT ഭീമനായിട്ടുള്ള ഇൻഫോസിസിനെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഇടിഞ്ഞ ഫ്രണ്ട് ലൈൻ സ്റ്റോക്ക് ആയിരുന്നു ഇൻഫോസിസ്. ഏകദേശം 7% സ്റ്റോക്ക് വീണത്. ഈ ഒരു വലിയ വീഴ്ച സ്റ്റോക്കിനെ ബോട്ടം ഫിഷിംഗിന് പറ്റിയ ഒരു സ്റ്റോക്ക് സെലക്ഷൻ ആയിട്ട് നമുക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇൻഫോസിസ്? മെയിൻ റീസൺ അതിന്റെ വാല്യുവേഷൻ ആണ്. ഈ ഒരു വലിയ സെല്ലിംഗിന് ശേഷം ഇൻഫോസിസിന്റെ വാല്യുവേഷൻ ഇപ്പോൾ വളരെ അട്രാക്റ്റീവ് ആണ്. പല അനലിസ്റ്റുകളും കരുതുന്നത് IT സെക്ടറിൽ നിന്ന് ഒരു ചെറിയ പോസിറ്റീവ് ന്യൂസ് വന്നാൽ പോലും ഇൻഫോസിസ് പോലെ ക്വാളിറ്റി സ്റ്റോക്ക് പെട്ടെന്ന് മുകളിലേക്ക് കൊണ്ടുവരാൻ അത് ഹെൽപ്പ് ചെയ്തേക്കും എന്നാണ്. അവരുടെ Q4 റിസൾട്ട് അത്ര മികച്ചതായിരുന്നില്ല. അതിന്റെ കൂടെ ഗൈഡൻസ് കുറച്ചത് മാർക്കറ്റിൽ ഒരു ടെൻഷൻ ഉണ്ടാക്കി. ഈ ഒരു നെഗറ്റീവ് ന്യൂസ് ഒക്കെ ഓൾറെഡി പ്രൈസിൽ ഫാക്ടർ ഇൻ ആയിട്ടുണ്ട്. ടെക്നിക്കൽ ലെവലുകൾ നോക്കിയാൽ സ്റ്റോക്കിന്റെ ഇപ്പോഴത്തെ ലെവല് ഏകദേശം 1154 സ്റ്റോക്കിന് 1061 പിന്നീട് 1020 സപ്പോർട്ടുകൾ കണ്ടെത്താൻ കഴിയും. ഈ ലെവലുകളിൽ നിന്ന് ഒരു ബൗൺസ് ബാക്ക് ഉണ്ടായാൽ 1330 1360 റെസിസ്റ്റൻസ് ഫേസ് ചെയ്യേണ്ടി വരും. അടുത്ത ഒരു മേജർ ടാർഗറ്റ് എന്ന് പറയുന്നത് 1375 നമുക്ക് ഫിക്സ് ചെയ്യാൻ കഴിയും. വലിയൊരു കറക്ഷന് ശേഷം കുറഞ്ഞ വാല്യുവേഷനിൽ കിട്ടുന്ന ഒരു മാർക്കറ്റ് ലീഡർ എന്ന നിലയിൽ ഇൻഫോസിസ് റിസ്ക് എടുക്കാൻ റെഡി ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് അടുത്ത ആഴ്ച കൺസിഡർ ചെയ്യാൻ പറ്റിയ, അതുപോലെ തന്നെ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റിയ വളരെ നല്ലൊരു സ്റ്റോക്ക് ആയിട്ട്, ഒരു സ്റ്റോക്ക് സെലക്ഷൻ ആയിട്ട് കാണാൻ കഴിയും. അപ്പൊ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. മാർക്കറ്റ് ഇടിഞ്ഞപ്പോൾ നല്ല വിലയിൽ കിട്ടുന്ന തിരിച്ചുവരവിന് ചാൻസ് ഉള്ള ബോട്ടം ഫിഷിംഗിന് പറ്റിയ 5 സ്റ്റോക്കുകളെയാണ് ഇന്ന് പരിചയപ്പെട്ടത്. പെട്ടെന്ന് തന്നെ റീക്യാപ്പ് ചെയ്യാം. വിപ്രോ 250 എന്ന അട്രാക്റ്റീവ് പ്രൈസിലുള്ള ബൈബാക്ക് അനൗൺസ് ചെയ്ത് മെയിൻ അട്രാക്ഷൻ ആയിട്ട് മാറിയിട്ടുണ്ട്. റിലയൻസ് ഒരു കീ സപ്പോർട്ട് ലെവലിൽ നിൽക്കുകയാണ്. ജിയോയുടെ താരിഫ് ഹൈക്കിനെ കുറിച്ചുള്ള ന്യൂസ് ഒരു മെയിൻ ട്രിഗർ ആയേക്കാം. ഏഷ്യൻ പെയിന്റ്സ് ഒരു പുതിയ കോമ്പറ്റീഷൻ വന്നതുകൊണ്ട് ഒരുപാട് സെൽ ഓഫ് നടന്നു. എന്നാൽ ഓവർസോൾഡ് RSI ടെക്നിക്കൽ ബൗൺസിനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് മാർക്കറ്റ് ക്രാഷിലും പിടിച്ചു നിൽക്കുന്നുണ്ട്. ഡെറിവേറ്റീവ് ഡാറ്റ പോസിറ്റീവ് സിഗ്നലുകൾ തരും. ഏറ്റവും അവസാനമായിട്ട് ഇൻഫോസിസ് വലിയൊരു വീഴ്ചയ്ക്ക് ശേഷം അട്രാക്റ്റീവ് വാല്യുവേഷനിൽ കിട്ടുന്നുണ്ട്. ഒരു ചെറിയ പോസിറ്റീവ് ന്യൂസ് പോലും സ്റ്റോക്കിനെ മുകളിലേക്ക് കൊണ്ടുപോയേക്കാം. മാർക്കറ്റിലെ കറക്ഷൻസ് കാണുമ്പോൾ നമുക്ക് പേടി തോന്നിയേക്കാമെങ്കിലും സ്മാർട്ട് ആയിട്ടും ശ്രദ്ധയോടെയും നോക്കിയാൽ നല്ല ഓപ്പർച്യൂണിറ്റികൾ തരാറുണ്ട്. ഫണ്ടമെന്റൽസിൽ ഫോക്കസ് ചെയ്തും ടെക്നിക്കൽസ് മനസ്സിലാക്കിയും എപ്പോഴും ഇൻഫോംഡ് ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ അനാലിസിസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് അനാലിസിസുകൾ നിങ്ങൾക്ക് ഒരിക്കലും മിസ്സാകില്ല. അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകൾ വീക്ക് ഡേയ്സിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം.
ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.